രണ്ടാമത്തെ കുട്ടീനെ പ്രസവിക്കാൻ 9 മാസം പ്രായമായപ്പോ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഖാസിം വലിയുല്ലാഹി നമ്മളെ കേരളത്തിലേക്ക് പോരുകയാണ്. ഭാര്യയും ഭാര്യ വീട്ടുകാരൊക്കെ വലിയ അങ്കലാപ്പിലായി. ഇപ്പൊ പോയാല് വീടര് പ്രസവിക്കാനായ സമയമായില്ലേ, എങ്ങനെ പോയാല് ഞാൻ വരുവോളം മഹദി പ്രസവിക്കൂല. വന്ന് ഒരു 3 മാസം കഴിഞ്ഞിട്ടാ തിരിച്ചെത്തിയത്. 12 മാസമായിട്ടാണ് രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ചുകൊണ്ട് ഉമ്മ ഭാര്യ പ്രസവിച്ചത്. ഞാൻ വരുവോളം മഹദി പ്രസവിക്കൂല. മഹാനവരുകൾ യാത്ര കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടാണ് തന്റെ ഭാര്യ പ്രസവിച്ചത്. പേടിച്ചിട്ടാണോ തോന്നുന്നു അല്ലേ? അപ്പോ 9 മാസവും പിന്നെ അല്പ ദിവസങ്ങളുമാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിരിക്കുക. അത് കഴിഞ്ഞാൽ ആ കുഞ്ഞ് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. പിന്നെ വരൂലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സിസേറിയനുകൾ നടക്കാറുണ്ട്. അതിനെക്കുറിച്ചൊന്നും അത്ര ആധികാരികമായിട്ട് പറയുന്നില്ല. ഈ സിസേറിയനൊന്നും ഇല്ലാത്ത കാലത്ത് ഇത് സംഭവിച്ചിരുന്നു. ആ ഒരു സമയം അടുത്തു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അത് പ്രകൃതി നിയമമാണ്. ആ നിയമം ഉണ്ടാക്കിയവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. കാര്യം അത് എല്ലാം സംവിധാനിച്ചവൻ അവനാണ് അതിന്റെ എല്ലാം അധികാരം. ആ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞതുവരെ എന്ത് ചെയ്തിരുന്നു എന്നറിയുന്നവൻ അവനാണ്. ആ കുഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യുമെന്നറിയുന്നവനും അവനാണ്. ഈ വിശ്വാസം ഇത് വിറ്റക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ വിറ്റ ഇപ്പൊ പറയണത് ഇനി ഞാൻ വന്നിട്ട് പേരെടുക്കാം, ഞാൻ വരുവോളജ് പെറണ്ടാന്നാ പറഞ്ഞു. അയാള് കവരത്തി ദ്വീപിന്ന്, ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിന്ന് കേരളത്തിക്ക് പോരുകയാണ്. എന്തായാലും അവിടുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇനി അവിടെ എത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എത്തിക്കുന്നല്ലോ അല്ലെ? പായ കപ്പലിലോ തോണിയിലോ ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഇവിടെ വരുന്നതിന്റെ അടിയിൽ ഒരു കാറ്റും ഗോളും ഉണ്ടായി ഒരു തിലമാല അടിച്ചത് മരിച്ചാണ്ട് പോയാല് ആ സ്ത്രീ മരിച്ചോളം പിന്നെ പെറാണ്ടിരിക്കേ. എന്ത് നോണയാണ് മോലിയരെ എങ്ങളീ പറയണേ? പിന്നെ ഔലിയല്ലേ തിരിച്ചു വരുന്ന മൂപ്പർക്ക് ഉറപ്പാണെന്നുള്ളതായിരിക്കും പിന്നെ ഇപ്പൊ അവര് പറയാൻ പോണേ. ഇനി ആയിക്കോട്ടെ, എന്തിനാണ് ഇയാള് പോകാതിരിക്കുക ചെയ്യട്ടെ. എത്രയേ സഹോദരന്മാര് ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഗൾഫിലേക്ക് പോകുന്നവരുണ്ട്. അവിടെ പോയിട്ട് ആ ഭാര്യ പ്രസവിച്ചു എന്നുള്ള സന്തോഷ വാർത്ത അവിടുന്ന് അറിയാറുണ്ട്. അല്ലാതെ ഇവിടുന്നാട് പോയിട്ട് 3 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ പോവുകയാണ്. അങ്ങനെ പോകുമ്പോ നിജയ് ഞാൻ വരുവോളം പറഞ്ഞാട്ടോ ഒന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാല് പിന്നെ ആ കുട്ടിനെ പ്രസവിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ 2ാം ബർത്ത്ഡേ ആഘോഷിക്കേണ്ടി വരൂലേ? ബർത്ത്ഡേ ആഘോഷം ഹറാമോ ഹലാലോ എന്നുള്ള മറ്റൊരു ചർച്ചയാണ്. അത് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകണ്ട. എന്തായാലും ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്നാ പറഞ്ഞത്. ഞാന് എന്റെ 3ാമത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് സൗദിയിലാണുള്ളത്. അവള് ജനിച്ചു എന്നുള്ളത് സൗദിയിൽ നിന്നാണ് അറിയുന്നത്. ഇവിടുന്ന് പോകുമ്പോ അവള് ഗർഭിണിയാണ്. അപ്പോ ഞാൻ എന്തായാലും പറഞ്ഞില്ല ഭാര്യനോട്, ഞാൻ ഇനി വരികയാണെങ്കിൽ ഇജ്ജ് പെറ്റാ മതി, അല്ലെങ്കിൽ വരുമ്പോ പെറ്റാ മതി എന്ന് പറഞ്ഞില്ല. കാര്യം അവിടെ വല്ല വണ്ടിക്കടിയിലും പെട്ട് മരിച്ചു പോകുകയാണ്. എന്റെ ഭാര്യ ഇടങ്ങേറാവൂലേ? എന്ത് നുണയാണ് മൂലിയാക്കന്മാരെ നിങ്ങൾ ഈ പറയണത്? ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടുണ്ടോ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയണത്? 12 മാസം ഗർഭത്തിലിരുന്ന കുട്ടി, അള്ളാഹുവിന് പുരുഷന്റെ സ്പർശനമേൽക്കാതെ ഒരു സ്ത്രീയെ പ്രസവിപ്പിക്കാൻ കഴിയും. ഇനി ഈ പറഞ്ഞ 12 മാസമല്ല 12 കൊല്ലോ 100 കൊല്ലോ ഗർഭത്തിൽ ഇരുത്താനും കഴിയും. ഈ ഖാസിം വലിയുള്ളയും അതുമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധമില്ലേ. പിന്നെ ഒരു ബന്ധം ഉണ്ടാക്കുകയാണ്, നോണബന്ധം. ഇതാണ് സഹോദരന്മാരെ നോണബന്ധം. ഈ ഇടയ്ക്ക് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ പറയപ്പെടുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുത്തുഫുൽ ആലം എന്ന ഗ്രന്ഥം മർക്കസിൽ നിന്ന് അവിടുത്തെ ഏതോ വലിയൊരു കാമിൽ സഖാഫി എഴുതിണ്ടാക്കിയിരുന്നു. അത് പുറത്തിറക്കിയപ്പോ നൗഷാദ് ഹസൻ അത് നാടായ നാട്ടുകൂടി ഒക്കെ അലച്ചു. ഞങ്ങളിത് പണ്ട് പറഞ്ഞിരുന്നതല്ലേ, നിങ്ങളിപ്പോ ഇത് പറയണില്ലേ, ഞങ്ങളും നുണയല്ലേ പറയുന്നു എന്ന രൂപത്തിൽ ഇത് പറഞ്ഞപ്പോ മൂപ്പരിപ്പോ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ഞാന് ഒരു കുത്തുഫുല്ലാലം എന്ന് പറയുന്ന 500 പേജിൽ ഒരു ബുക്ക് ഇറക്കിയിരുന്നു, അത് പിൻവലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടോ കണി. അസ്സലാമു അലൈക്കും. ഈ സംസാരിക്കുന്ന എം അബ്ദുൽ മജീദ് ബാക്കവി, കാമിൽ സഖാഫി, മുടിക്കോട്, മഞ്ചേരി, മലപ്പുറം. ഈ പടത്തെ മടവൂർ റളിയല്ലാഹുവിനെ പറ്റി ഞാൻ ബുക്ക് ജമ്മ ചെയ്തിരുന്നു. ആ ബുക്കിൻ്റെ പേര് കുത്തുഫുൽ ആലം ഫി മനാഖിബി കുത്തുബിൽ ആലം. ആ ബുക്കിൽ ചില വസ്തുതക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പുസ്തകം, ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇനി മുതൽ ആ കിതാബ് ഇസ്തേമാൽ ചെയ്യാനോ വഅ്ള് പറയാനോ കോപ്പി എടുക്കാനോ കോപ്പി എടുത്ത് വിൽക്കാനോ പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. വഅ്ള് പറയാൻ പാടില്ല, ഒന്നും പാടില്ല. അപ്പം ഈ പിൻവലിക്കൽ വല്ല എൻ്റെ സ്വന്തം വ്യക്തിയാർ പ്രകാരമാണ്.
എൻ്റെ സ്വന്തം ഇഖ്തിയാർ പ്രകാരമായി, ഇതാരും പറഞ്ഞിട്ടല്ല. കേട്ടില്ലേ എന്താ പറയുന്നത്? വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്. അതെന്താ വേറെ ആരെങ്കിലും വന്നിട്ട് ഇയാൾ കാണാതെ അങ്ങോട്ട് ചീത്ത തൂയി എന്ന് പറഞ്ഞിട്ട് എഴുതിച്ചു പോയതാ? അല്ല, മൂപ്പര് എഴുതിയ തന്നെ. മൂപ്പർക്ക് അത് എഴുതുമ്പോൾ വസ്തുതാ വിരുദ്ധമാണെന്നുള്ളത് അറിയില്ലായിരുന്നോ? നമ്മളൊക്കെ അത് വസ്തുതാ വിരുദ്ധമാണെന്ന് ഇറങ്ങി അന്ന് മൂലം പറയുന്നതാണ്. എന്തായാലും അത് സംബന്ധിച്ചൊരു വീഡിയോ തന്നെ ചെയ്തത് കാരണം കൊണ്ട് അത് വിശദീകരിച്ച് പോകുന്നില്ല. ഇവരുടെ കാര്യങ്ങൾ ഇതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് കൂടി കാണിച്ചത്. ഇൻഷാ അല്ലാ ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥകൾ. പച്ചെന്നാണ് ഒരു എളുപ്പമില്ലാണ്ട് പറയും, ഒരു എളുപ്പമില്ലാണ്. എന്നിട്ട് ആ വേദിക്ക് പേരിടുക ഇൽമിന്റെ വേദി എന്ന് പറഞ്ഞിരിക്കണതോ പച്ചെന്നോണ അതേന്ന്. സഹോദരന്മാരെ, അള്ളാഹുലേക്കും അള്ളാഹുവിന്റെ ഹബീബിലേക്കും നിങ്ങൾ മടങ്ങുക. ഇവരുടെ കളവുകൾ നിങ്ങൾക്ക് വെളിവാകും എന്നുള്ളതാണ്. അതിന് പ്രത്യേക ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഫെലോഷിപ്പോട് കൂടിയുള്ള ഒരു PhD ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാ ഒരു ചെറിയൊരു പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നു. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിധിയിലുള്ള വിശ്വാസം 4 കാര്യങ്ങളിൽ വിശ്വസിക്കലാണ്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിപൂർണമായ ഇൽമുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് വിശ്വസിക്കലാണ്. അവൻ അറിയാത്തൊന്നില്ല. സൂക്ഷ്മമായതും പ്രകടമായതും അള്ളാഹുവിനറിയാം, അദൃശ്യമായതും ദൃശ്യമായതും അവനറിയാം. അവൻ അറിയാത്തതൊന്നുമില്ല. കഴിഞ്ഞുപോയത് അവനറിയാം, നടന്നുകൊണ്ടിരിക്കുന്നത് അവനറിയാം, അതുപോലെ വരാനിരിക്കുന്ന കാര്യം അവനറിയാം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവർക്ക് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ അവനറിയാം, കഴിഞ്ഞു പോയത് അവനറിയാം. നിങ്ങൾ ചിന്തിക്കുക, ഒരാൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ഖദറിൽ വിശ്വസിക്കാതെ പറ്റില്ല. അള്ളാഹ് ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് ഖദറിൽ വിശ്വസിക്കണം. എന്നതാ, ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അവൻ എന്തായാലും എല്ലാം അറിയുന്നവനാണ്. അവനെല്ലാം അറിയാത്തവനാകാൻ ഒരു വഴിയുമില്ല. ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് എല്ലാം അറിഞ്ഞവനായിരിക്കണം. അവൻ ഒരിക്കലും ജഹൽ, അറിവില്ലായ്മ എന്ന അവസ്ഥ ഉണ്ടാകുക എന്നത് ഒരിക്കലും അനുയോജ്യമല്ല. അതൊരിക്കലും സാധിക്കില്ല. അത് ബുദ്ധിക്ക് യോജിച്ചതല്ല. അവനെല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അതാണ് ഒന്നാമത്തെ പാഠം, ഖളാ ഖദറിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ കാര്യം, അവൻ ഇനി വരാനിരിക്കുന്ന പ്രപഞ്ചത്തിൽ സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, മനുഷ്യരുടെ പ്രവർത്തനങ്ങളാകട്ടെ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാകട്ടെ, അവൻ പ്രവർത്തിക്കാനിരിക്കുന്ന കാര്യങ്ങളാകട്ടെ, എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആണ് രണ്ടാമത് വിശ്വസിക്കേണ്ടത്. ഖദറിന്റെ രണ്ടാമത്തെ ഭാഗം കിതാബ എന്ന് പറയും. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കാതെ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കലാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. വമാ തശാഊൻ, നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്കൊരു കാര്യം തീരുമാനിക്കാൻ സാധിക്കുകയില്ല, ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു ഉദ്ദേശിക്കാതെ. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുക പോലും ചെയ്യില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഒരു ഇല പോലും അവൻ അറിയാതെ വീഴുന്നില്ല. ഒരു ഉണങ്ങിയതോ നനഞ്ഞതോ ഒരു ധാന്യമണി പോലും അവൻ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്തതായില്ല. അള്ളാഹു അവൻ്റെ ഉദ്ദേശത്തിൽ വിശ്വസിക്കുക. നാലാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഖൽഖ്, അവനാണ് സർവ്വതിനെയും സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുക. അവനാണ് നിന്റെ പ്രവർത്തനത്തെ സൃഷ്ടിച്ചത്, നിന്നെ സൃഷ്ടിച്ചത്, എല്ലാം സൃഷ്ടിച്ചത് അവനാണ്. ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും പഠിച്ചത് അവനാണ്. ചില ആളുകൾ ഖദരിയാക്കൾ അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിച്ചവർ പറഞ്ഞു എല്ലാത്തിനെയും അള്ളാഹു പഠിച്ചതാണ്, പക്ഷേ മനുഷ്യൻ്റെ പ്രവർത്തനത്തെ മനുഷ്യനാണ് സൃഷ്ടിച്ചത്. ഗുരുതരമായ വാദമാണത്. അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ചില ആളുകൾ 2 നസീഹത്തുകൾ ഞാനിവിടെ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, അൽ ഇമാം അൽ അസ്ബഹാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ഖദർ എന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ രഹസ്യമാക്കി വെച്ച അള്ളാഹുവിൻ്റെ സിറുകളിൽപ്പെട്ടതാണ്, രഹസ്യത്തിൽപ്പെട്ടതാണ്. സൂര്യനെ നോക്കുന്നത് പോലെയാണ് ഖദറിൻ്റെ കാര്യം. അതിലേക്ക് നീ എത്രമാത്രം തറപ്പിച്ചു നോക്കുന്നോ അത്രയും നിന്റെ കണ്ണുകേട് വരും. ഖദർ അത് അള്ളാഹു പറഞ്ഞു വിശ്വസിക്കുക. ഇതെങ്ങനെയാണ്, കൈഫ്, എങ്ങനെ സംഭവിക്കുന്നു? അത് അള്ളാഹു നിനക്ക് മറച്ചു വെച്ച കാര്യമാണ്. നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നീ ശ്രമിച്ചാലും നിനക്ക് സാധിക്കില്ല. നിന്റെ ബുദ്ധിയുടെ കഴിവിൽ പെട്ടതല്ല. നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ദുനിയാവിലെ എല്ലാ കാര്യം? ഇല്ല. ദുനിയാവിൽ നടക്കുന്ന എല്ലാ കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമാണ്, അവൻ്റെ അറിവാണ്. അതിൻ്റെ ആഴവും വിശാലതയും ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് നിനക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖദർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇദാ ദുകിറൽ ഖദറു ഫഅംസികു, ഖദറിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഇത്തരം ചർച്ചകൾ, അതായത് ആളുകൾ അതിലുള്ള ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഖദറാക്കി പിന്നെ നമ്മളെന്തിനാണ് എന്നൊക്കെ ജാതിയുള്ള ചോദ്യങ്ങൾ, ഇദാ ദുകിറൽ ഖദർ ഫഅംസികു, ഖദറിനെ കുറിച്ച് പറയപ്പെട്ടാൽ നിങ്ങൾ ആ സംസാരം അവസാനിപ്പിക്കുക.
ഖദർ പഠിക്കണ്ടെന്നല്ല പറഞ്ഞത്, ഖദർ പഠിക്കണം. ചില ആളുകൾ ഖദറിനെ കുറിച്ച് ഒന്നും കേൾക്കില്ല, അങ്ങനെയല്ല, പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ പഠിക്കണം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാത്ത ഭാഗങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ള അന്വേഷണം അത് അവസാനിപ്പിക്കണം. ഒന്നാമത്തെ നസീഹത്ത് അതാണ്. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, ചില ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹു എല്ലാം തീരുമാനിച്ചു എങ്കിൽ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ പറഞ്ഞു, മനുഷ്യർക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഞാനിക്കത് എൻ്റെ കൈ ഇങ്ങനെ ചലിപ്പിക്കുന്നു, എന്നാരെങ്കിലും തടഞ്ഞു വെക്കുന്നുണ്ടോ? ഇല്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നത് എന്നെ ആരെങ്കിലും പിടിച്ചു വെക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ ഈ സംസാരിക്കുന്ന അള്ളാഹു വിധിച്ചിട്ടുണ്ടോ? വിധിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കിതിന് സ്വാതന്ത്ര്യമുണ്ടോ? സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാണ് ഇത് ഒരുമിക്കുന്നത്? അല്ലാഹു അലം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിനക്ക് സ്വാതന്ത്ര്യം നൽകാനും അതോടൊപ്പം മുൻപ് ഇത് വിധിക്കാനും അവൻ കഴിവുള്ളവനാണ്. എങ്ങനെ സാധിക്കുന്നു? ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഖദർ ഖുദ്റത്തുല്ലാഹ്. ഖദർ എന്നത്, വിധി എന്നത് അള്ളാഹുവിൻ്റെ ശക്തിയാണ്. നിനക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് പൂർണ്ണമായി ഇത് എങ്ങനെ സംഭവിക്കുന്നു എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഈ ദുനിയാവുള്ള കാര്യങ്ങൾ എൻ്റെ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ട് ഇതിങ്ങനെ എന്തുകൊണ്ട് വെള്ളം അത് തീയിനെ കെടുത്തുന്നു, എന്തുകൊണ്ട് കെടുത്തുന്നു? ഇപ്പോൾ ശാസ്ത്രജ്ഞർ വെള്ളത്തിൽ ഇന്ന മോളിക്യൂളുണ്ട്, ഇന്ന ആറ്റമുണ്ട്, അത് എന്തുകൊണ്ട് ആ ആറ്റം തീയിൻ്റെ ആറ്റത്തിന് കെടുത്തുന്നു? എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചുകൊണ്ടെന്നല്ല, വേറൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് സയൻസിനെ കുറിച്ച് തന്നെ ആളുകൾ പറയാറ്, ശാസ്ത്രത്തെക്കുറിച്ച്. ശാസ്ത്രത്തിന് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു പരിധി കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ലൈറ്റ് ഇടുമ്പോൾ വെളിച്ചം, ഇന്ന പാർട്ടിക്കിൾ വരുന്നതുകൊണ്ടാണ്, എന്തുകൊണ്ട് ആ പാർട്ടിക്കിൾ ഉണ്ടാകുമ്പോൾ വെളിച്ചമുണ്ടാവുന്നു എന്ന് ചോദിച്ചാലും, ഒരാൾ തെന്നി വീഴുന്നു, എന്തുകൊണ്ടാണ് തെന്നി വീണത്? അവൻ്റെ കാലിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ കുറഞ്ഞു പോയി, അവിടെ വെഴുപ്പുണ്ടാകുന്ന ഒരു സാധനം ഉണ്ടായി, അതുകൊണ്ടാണ് കാല് തെന്നി വീണത്, പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ വെഴുപ്പുണ്ടാകുമ്പോൾ ആൾ വീഴുന്നത് ചോദിച്ചാലോ, എന്തുകൊണ്ട് ആൾ വീണുകൂടാന്ന് ചോദിച്ചാലോ ഉത്തരം പറയാൻ പറ്റില്ല. അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചത്, അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരാൾ പറയാണ് എന്തുകൊണ്ട് തെങ്ങ് അതിൻ്റെ മുകളിൽ തന്നെ തേങ്ങ ഉണ്ടാവും, അതിൻ്റെ വേരിലുണ്ടാവാത്തത് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചത്. ആ എന്തുകൊണ്ട് എന്നതിനുള്ള ഉത്തരം നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. അള്ളാഹ് ഖദറിലുള്ള വിശ്വാസം ഈ രൂപത്തിലാണ് അതിനെ നാം അതിനെ നാം അംഗീകരിക്കേണ്ടത്. ഖദറുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഖദർ കൊണ്ടുള്ള ഉപകാരം? പ്രയാസങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കാൻ നിനക്കത് ശക്തി നൽകും. അതുപോലെ സന്തോഷങ്ങൾ ഉണ്ടായാൽ അഹങ്കരിക്കാതെ നിന്നെ അത് പിടിച്ചു വെക്കും. ഇതാണ് ഖദർ. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ